ഹായ്. കുറേ ദിവസം കൊണ്ട് നമ്മുടെ റീലും വീഡിയോ ഒന്നും കാണുന്നില്ലല്ലേ. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളപ്പുറം വാതിൽ തുറന്ന് വെളിയിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. എൻ്റെ കോവൽ പടർത്തിയിരുന്ന എല്ലാം കൂടി തലേ ദിവസത്തെ കാറ്റിൽ എല്ലാം കെട്ടെല്ലാം പൊട്ടിപ്പോയി. പിന്നെ ഊന്ന് കൊടുത്ത് നിർത്തിയ തടികളെല്ലാം മറിഞ്ഞു വീണു. നല്ല കായ്കളായിട്ട് നിന്നതാണ്. നിറച്ച് പൂക്കളും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് കുറച്ച് വലിയ കോവലായതുകൊണ്ട് വള്ളികൾ ഭയങ്കര ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ ചെറിയ കോവലാകുമ്പോഴത്തേക്ക് വള്ളികൾ മടക്കി വയ്ക്കാനോ ഒക്കെ പറ്റും. പക്ഷേ ഇത് മടക്കി കഴിഞ്ഞാൽ ഉടനെ തിളന്ത് എല്ലാം ഒടിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം കുറേ ഒടിഞ്ഞൊക്കെ പോയി ആകെ വിഷമിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. രാവിലെയാണ്, തിരക്കാണ്, പിള്ളേർക്ക് പോകണം, ഹസ്ബൻഡിന് പോകണം. അപ്പോൾ പിന്നെ ഒന്ന് കണ്ട് നോക്കിയിട്ടൊക്കെ ഞാനങ്ങ് പോയി. പിന്നെ ഞാൻ കരുതി എന്തായാലും വൈകുന്നേരം ആവട്ടെ എന്ന്. പിന്നെ വൈകുന്നേരം വരെ കാത്തിരുന്നു. പിന്നെ ഇവിടെ കുറേ എല്ലാം, അപ്പം ഈ വള്ളി തന്നെയാണ് പയറും കോവലും എല്ലാം പടർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആകെ പണിയായി. പിന്നെ ഞാനൊരു കയറും കൊണ്ട് വന്നു. ദൈവമേ, ആ കയറൊന്ന് പിരിച്ചെടുക്കാൻ പറ്റ പാടെ എനിക്കേ അറിയുള്ളൂ. കാരണം അത് കുരുങ്ങുന്ന ആകെ ഒരു ബഹളം തന്നെ ആ കയറ്. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി അമ്മയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. ഞാൻ പിന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ അന്ത്യവും കിട്ടുന്നില്ല, ആദ്യവും കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കത്രിക വെച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ആ സൈഡിൽ കുറച്ച് ഓടൊക്കെ ഇളകിപ്പോയതായിരുന്നു. അതൊക്കെ ഞാനും അമ്മയും ചേട്ടനോട് ശരിയാക്കിയായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ എല്ലാം കൂടി വലിച്ചെടുക്കാനൊക്കെ നോക്കുകയാണ്. പക്ഷേ ഭയങ്കര പാട്. അവിടോട്ടങ്ങ് മറിഞ്ഞു പോയി. അവിടെ ഒരു കുഞ്ഞ് തൈപ്ലാവ് നിന്നായിരുന്നു. ആ പ്ലാവിലും കൂടെ ആയതുകൊണ്ട് പ്ലാവിൻ്റെ മുകളിലേക്കുള്ള വെയിറ്റ് എല്ലാം കൂടി കയറിയിട്ട് പ്ലാവും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് വളഞ്ഞു പോയി. പിന്നെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു നിന്നു. ഞാനും അമ്മയും കൂടെയൊക്കെ കുറേശ്ശൊക്കെ കെട്ടി. അമ്മയ്ക്ക് എന്നെക്കാട്ടി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ അപ്പോൾ ഞാനും അമ്മയും കൂടെ കുറേയൊക്കെ കെട്ടി നോക്കി. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം കുറച്ച് വീണ്ടും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പടരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തോക്ക് കൂടി പടരത്തിയെന്ന് കരുതി ഈ നൂല് തന്നെ ചെറുതായിട്ട് കുരുക്കി ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പം ഇവിടെ ഫ്രണ്ടിൽ അത്രയും 10 മണിയാണ് വെച്ചേക്കുന്നത്. മുകളിൽ ഇരുന്നതാണ്. വെയിൽ കാരണം എപ്പോഴും വെള്ളം ഒഴിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കരുതി ഞാൻ താഴെ കൊണ്ട് വെച്ചപ്പോൾ ഇപ്പം മഴയായി. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത് മുകളിൽ വെക്കണോ, ഇനി വേറെ എവിടെയെങ്കിലും വെക്കണോ എന്നുള്ള ചിന്തയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇനി മഴയായതുകൊണ്ട് ഷെയ്ഡിൽ എവിടെയെങ്കിലും വെച്ചില്ലെങ്കിൽ ഈ സാധനം അഴുകിപ്പോവും, കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഈ 10 മണികൾക്ക് വലിയ കുഴപ്പമില്ല. പേഴ്സ്ലൈൻ പോലെയുള്ള 5 ഇതൾ പൂക്കളുള്ള ചെടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാഴിപ്പോവും. പിന്നെ കോവലിൻ്റെ കുറേ പരിപാടികളായിരുന്നു. പഴയ 2 മോഡൽ ചെറിയ ടൈപ്പ് കോവലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളികൾ കയറി വന്നിട്ട് പിന്നെ അത് പടരുന്നൊന്നുമില്ല. അങ്ങനെ ആ വളർച്ച മുരടിച്ച് നിന്നു. അപ്പോൾ ഞാൻ കുറേ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഈ ഭാഗത്തൊക്കെ നോക്കി. ഈ ഭാഗത്തു നിന്നൊക്കെ വലിച്ച് കെട്ടാനുള്ളതൊക്കെ മാക്സിമം പൊട്ടിപ്പോയതെല്ലാം പുതിയ കയറുകൾ വെച്ചിട്ട് വലിച്ച് കെട്ടി റെഡി ആക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇന്നത്തെ ഫുൾ ജോലി ഇതായിരുന്നു. ഹാപ്പി ഗാർഡനിങ്.